ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെ ബാക്കിൽ കൂടെ കുത്തി നമ്മളെ തള്ളിയിടാനും പറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറയട്ടെ, അല്ലേ? സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം എന്ന് പറയട്ടെ. മെയിനായിട്ട് വന്നത് ഒരു പോസ്റ്റ് വീണതാണ്. അത് ഞാനല്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം നോക്കിയാൽ മതി. ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ്, അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ റിസൾട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കും ഇടുന്നത്, അല്ലേ? ഇപ്പം ഓൺലൈൻ മീഡിയക്കാര് ഇങ്ങനെ സജന എന്ന് പറയുന്ന വ്യക്തിനെ വലിച്ചു കയറിയപ്പോൾ എന്താണ് സജനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്? കുറേ യൂട്യൂബ് ചാനൽസ് ആൾക്കാരുണ്ട്, അതൊക്കെ ചാനലൊക്കെ വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ തിന്ന്, അത് തന്നെയാണല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങളും തിന്നത്. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? വെറുതെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയും കൂടെ പിന്നെ അത് പിടിച്ചിട്ട് ഇത്രയും വിഷം? അതിനെക്കാട്ടും നല്ല നിങ്ങൾ കുറച്ച് വിഷം മേടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല. സത്യം പറഞ്ഞിട്ടാണ് ആ ഒരു നിമിഷം സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് മരിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനായിരുന്നു. This video is powered by വിശ്വേക ആയുർവേദ. വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചോദിക്കും? ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരെടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റും? ഇപ്പം സജന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, സജന എന്ന് പറയുന്ന വ്യക്തി ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും തുടങ്ങിയ ഒരു അലിഗേഷൻ ആണ്. അത് ഇവിടം വരെ എത്തി നിന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ സജനയുടെ ആ ഒരു അലിഗേഷൻ പോകുന്നതിൻ്റെ ഇടയിൽ വന്ന വാർത്തകളാണ് 1.5 വയസ്സായ കുട്ടിയെ രണ്ടാനച്ഛൻ കൊന്ന കേസ്. അപ്പോഴും അവരുടെ ഭർത്താവ് മരിച്ച ഇവര് രണ്ടാമത് കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുന്നതാണ് ആ ഒരു കേസ്. അത് മാത്രമല്ല, അയാളുടെ ആദ്യ ഭാര്യയോട് അയാൾ ചെയ്ത ക്രൂരത, ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ന്യൂസ് ചാനൽസ് ഇട്ടിട്ടുണ്ട്, ഓൺലൈൻ മീഡിയാസ് ഇട്ടത് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു സംസാര വിഷയം ആയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ 19 വയസ്സായ ഒരു പെൺകുച്ചി ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊച്ചിന് ജനൽ വഴി എറിഞ്ഞു. ആ കൊച്ചെന്തോ ഭാഗം കൊണ്ട് മരിച്ചില്ല. അതാണെങ്കിലും ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് അല്ലല്ലോ. അതെ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ, അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റും ഇട്ടിട്ട് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ ചാനലുകാർക്ക്. ചാനലുകാരെ അല്ല, ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന് അവർക്ക് ജീവിക്കണ്ടേ ശാലു? അതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അവർ ആഘോഷിച്ചേനെ. പക്ഷെ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ, ഇനിയും ഇങ്ങനൊരു സാധനം നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം നടക്കരുതെന്ന് പറഞ്ഞ് അതെടുത്ത് അവർ പൈസ ഇട്ട് അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ. ഇല്ലാത്ത കഥകൾ, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുണ്ടാക്കാത്ത കുറെ അലിഗേഷൻ വെച്ച് 3 കോടി മേടിച്ചു, എന്ത് കേസായിരുന്നു? ഹണി ട്രാപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരാളെ വേദനിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക്, കാരണം ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എന്നെ വെച്ച് ജീവിക്കണ്ടേ? എന്നെ എന്നല്ല, ആർട്ടിസ്റ്റുകളെ കൊണ്ട് ജീവിക്കണ്ടേ? പിന്നെ കോൺട്രവേഴ്സീസ്, എനിക്ക് ചില ആൾക്കാർ കമന്റ് ഇടുമ്പം അതിനകത്ത് വന്ന് പറയുന്നുണ്ട്, എൻ്റെ നെഗറ്റീവ് വരുന്ന കമന്റുകൾ ഞാൻ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്യും. കാരണം എനിക്കത് കാണാൻ താല്പര്യമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം അവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അകത്ത് വരുന്ന ഒരു ശാലു, എൻ്റെ ഗോഡ് പ്രോമിസ്, ഒരു 500 മെസ്സേജ് വരുവാണെങ്കിൽ അതിനകത്തൊരു എനിക്ക് തോന്നുന്നു 45 - 50 മെസ്സേജുള്ളൂ നെഗറ്റീവ് എനിക്ക് വരുന്നത്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ എന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് വരുന്ന മെസ്സേജുകളിൽ പറയുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ കുറെ അല്ലാതെ കുറെ അലിഗേഷൻ വേർഡ്സ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് അങ്ങനെ നാണമാനമില്ലേ? ഇവരെന്തറിഞ്ഞിട്ടാണ് ഇതെല്ലാം പറയുന്നത്? എന്തറിഞ്ഞിട്ടാണ് ഇതിനകത്ത് മെസ്സേജുകൾ വന്നതെന്ന് പറയുന്നത്? എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ അവര് കാണിക്കുന്ന? എനിക്ക് തോന്നുന്നു ഷാലു, മേ ബി അവരുടെ വീട്ടില് അവർക്ക് ചിലപ്പം ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ഫെസ്റ്റേഷനിലോ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ, കാരണം കേട്ടെ, ഇത് തലമുറയായിട്ട് വരുന്ന കുറച്ച് മെന്റൽ ട്രോമസാണ്. ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ നമ്മളിങ്ങനെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിടുന്നത്. ആ ട്രോമാസിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്ന് പറഞ്ഞ് അവരുടെ ലൈഫിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ തീർക്കണ്ടേ, ആരുടെങ്കിലും ദേഹത്ത് തീർക്കണ്ടേ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നെഗറ്റീവ് കമന്റ് വന്ന് പറയുന്നത്. മേ ബി അവരുടെ ലൈഫിൽ അവരുടെ അച്ഛൻ അവരെ അബ്യൂസ് ചെയ്താണോ, അല്ലെങ്കിൽ അമ്മ അബ്യൂസ് ചെയ്താണോ ആയിരിക്കും, അല്ലെങ്കിൽ അവർ മക്കളെ ലൈഫ് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ആൾക്കാരുടെ പ്രൊഫൈല് എടുത്ത് അപ്ലൈ നോക്കുക. ഇവരിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരായിരിക്കും ഇങ്ങനെ വന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ ഈ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതല്ലാതെ വേറെ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ പോട്ടെ,
തെറ്റും ശരിയും രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരും ഉണ്ട്. രണ്ട് ഭാഗം കൂടെ പറഞ്ഞു വിട്ടെ, ഇങ്ങനെ ആവാം അല്ലെങ്കിൽ അങ്ങനെ ആവാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ഇഗ്നോർ ചെയ്ത് ഇപ്പം ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു ശരിക്കും പറഞ്ഞ ലൈഫിൽ. ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാനിപ്പം മനസ്സിലാക്കി, ഇഗ്നോർ ചെയ്ത് കളയേണ്ട സാധനങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയണം, അല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ എൻ്റെ മക്കളും എൻ്റെ ഫാമിലീസ്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലീസ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുക. കാരണം അവർക്കറിയാം, അവർക്കല്ലാതെ അറിയാതെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് എന്താണ്, നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെക്കാട്ടിലും അറിയാതെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന കണക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെ ബാക്കിൽ കൂടെ കുത്തി നമ്മളെ തള്ളിയിടാനും പറ്റുന്നത്. അവര് ചിന്തിക്കണം തിരിച്ചും എനിക്കും അതേ വഴി തിരിച്ചു കുത്താൻ, ഇരട്ടിയിൽ കുത്താൻ എനിക്ക് അറിയാത്തോണ്ടല്ല. എന്താ പറയാ, അവരുടെ ഫാദർ അല്ല എൻ്റെ ഫാദർ, അവരെ വളർത്തിയ രീതിയല്ല എൻ്റെ വീട്ടുകാരെന്നെ വളർത്തിയത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയല്ലേ ഷാലു, ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഞാനൊരാൾക്ക് 10 രൂപ കൊടുത്തോ അല്ലെങ്കിൽ ഞാനൊരാൾക്ക് ഫുഡ് കൊടുത്താലോ നാളെ അയാൾ തന്നെ എനിക്ക് ചെയ്യണമെന്നില്ല. നാളെ ആരെങ്കിലും, എനിക്ക് വയ്യാതായാലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതായാലോ, ഇവരിൽ ആരും ചെയ്തില്ലേലും വേറെ എവിടുന്നെങ്കിലും എനിക്ക് നന്മ വരും. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്താലും ശരികൾ ചെയ്താലും നാളെ തെറ്റ് ചെയ്തവർക്കും അതേപടി, ഞാനല്ല അതേപടി അതിന്റെ ഇരട്ടിയായിട്ട് വേറെ ആരെങ്കിലും ചെയ്തു. ഓക്കെ, ഈ ഒരു സാഹചര്യങ്ങൾ സജിനയെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠെന്താണ്? ആരെയും വിശ്വസിക്കരുത് അമിതമായിട്ട്. പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, നമുക്ക് കൂട്ടുകാരാവാം, കൊളീഗ്സ് ആവാം. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു കൈ അകലത്തിൽ നിർത്തുക, ഒരു സ്പേസ് ഇങ്ങോട്ട് കൊടുക്കരുത്. കൊടുത്താൽ നാളെ അവർ തന്നെ നമ്മളെ ശത്രുക്കളും നമ്മളെ ഏറ്റവും വലിയ നമ്മളെ ക്രൂശിക്കുന്നതും നമ്മളെ നെഗറ്റീവ് പറയുന്നതും അവരായിരിക്കും. എന്നാൽ അവർക്കും അറിയാം നമ്മൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവരുടെ ചില കാര്യങ്ങൾ തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുമ്പം ഇപ്പൊ നേരെ തിരിച്ച് അവർ തെറ്റ് ചെയ്തു, എടി നീ ചെയ്തത് തെറ്റാണല്ല, ശരിയാണ്, നീ കാണിച്ചത് ഭയങ്കര സംഭവമാണ്, തെറ്റ് കണ്ടിട്ട് ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് പൊക്കി വെച്ചാൽ അവരെന്നും കൂടെ കാണും. പക്ഷെ അവരെ തെറ്റ് കണ്ടിട്ട് എടി തെറ്റ് ഇങ്ങനെയാണ് ആ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ അത് ചെയ്തത് മോശമായിടി പോയിടി എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം കൊണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പറ്റാത്തൊരു സാധനത്തിൽ നമ്മളെ കൊണ്ട് പ്രസ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുമ്പം എന്നെ കൊണ്ട് അത് പറ്റത്തില്ല പ്ലീസ് എന്ന് പറഞ്ഞ് മാറുമ്പോൾ ശത്രുത ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല, തെറ്റുകൾ കണ്ട തിരുത്താനുള്ളതാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഏറ്റവും റിയൽ ആയിട്ടുള്ളത്. അല്ലാതെ തെറ്റുകൾ കണ്ടിട്ട് ശരിയാണ് നിന്നെ പുകഴ്ത്തി വരുത്താനും, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ വേണ്ടി വന്നാലും ഞാൻ അത് സപ്പോർട്ട് ചെയ്യാം, ഞാൻ എൻ്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും എനിക്കുണ്ടാവുന്ന ഫീലിങ്സും ഞാൻ മാറ്റി വെച്ചിട്ട് നീ വന്ന് ചെയ്തോ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും എൻ്റെ വീട്ടിൽ കയറിയിട്ട് കുറെ ആൾക്കാരുമായിട്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ കണ്ടന്റ്. എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റുകാരി, പിന്നെ അവർ ശത്രുക്കൾ. അത് വെച്ചിട്ട് റിവെഞ്ച്, പല കോഷ്ടികൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനുള്ള നിയമവശങ്ങൾ നമ്മൾ നീങ്ങുക. അല്ലാതെ പക്ഷെ പിന്നൊരു കാര്യമുണ്ട് ചാലു, ഈ പറഞ്ഞ കണക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നൊരു നിമിഷമുണ്ട്. ഞാൻ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് എല്ലാം അങ്ങ് സഹിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നും അല്ല. പക്ഷെ ഈ പറയല ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നല്ലോ, ആ സഹിയിടുമ്പോൾ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. പല കാര്യങ്ങളും ലോകത്തിനും അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലുകാർക്ക്, അവർക്കൊരു മാസം ഇപ്പൊ 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അത് ഞാൻ നിയമവശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. ഈ പറയുന്ന അലിഗേഷനും ഈ പറയുന്ന കാര്യങ്ങളും
ഈ പറയുന്ന നമ്മളെ കുറിച്ച് ക്രൂശിക്കുന്നവരും എനിക്കും തിരിച്ചു പറയാനുള്ള ഓപ്ഷൻസും പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്, തീരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെയും അദ്ദേഹത്തിനെയും ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. ഇപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയട്ടെ, അല്ലേ? സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നെ അയാൾ ഇത്രയും ചെയ്തു, എന്നെ ഇങ്ങനെ ചതിച്ചു, അങ്ങനെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങളെ സബ്ജക്റ്റ് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാളെ പറഞ്ഞോളാം. ചിലപ്പോൾ പറയത്തുമില്ലായിരിക്കാം. അത് ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷെ എങ്ങനെയുള്ള അലിഗേഷൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിയമവശ തീർന്നു. എന്തിനാ വെറുതെ? നിങ്ങൾ കഴിഞ്ഞു പോകുന്ന കുറേ യൂട്യൂബ് ചാനൽസ് ആൾക്കാരുണ്ട്, അത് നിങ്ങൾക്ക് ആ ചാനലൊക്കെ വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ തിന്ന്. അത് തന്നെയാണല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങൾ നിന്നത്. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? വെറുതെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയും കൂടെ പിന്നകത്ത് പിടിച്ചിട്ട് ഇത്രയും വിഷം? അതിനെക്കാട്ടും നല്ലത് നിങ്ങൾ കുറച്ച് വിഷം മേടിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലത്. അല്ലാതെ ഒരാളെ ക്രൂശിച്ച് ഇല്ലാ കഥകളെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? ഞാൻ വന്ന് പറഞ്ഞോ? അദ്ദേഹം വന്ന് പറഞ്ഞോ? എന്തിനാണ് ഷാലു ഇങ്ങനെയുള്ള അലിഗേഷൻ പറയേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ ആരോ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞു, അതാണ് ഇട്ട് കാണിക്കുന്നെങ്കിൽ ഓക്കെ. ഇത് കഥകൾ ഉണ്ടാക്കിയ ആൾക്കാർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. കഥകൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് അത് ലീഗലി തന്നെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ലീഗലി തന്നെ അതിൻ്റെ അവർക്ക് വരുന്ന വഴി ഞാൻ പറയാതെ തന്നെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ കെട്ടിക്കോളും. എനിക്കതേ പറയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കണക്ക് സഹിക്കുന്നതിനൊരു ഇതില്ലേ ഷാലു? സഹിച്ച് നമ്മള് എന്നും എനിക്ക് കരഞ്ഞ് ജീവിക്കാൻ വയ്യ. എനിക്ക് പറ്റത്തില്ല ഷാലു. ഞാൻ അതുമാതിരി ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് കൊണ്ടുപോട്ടെ. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു ക്രൂശിച്ച് സച്ചിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണെന്ന് എന്തിനാ പറയുന്നത്? ഇങ്ങനെ അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിന്നാൽ പോരെ? എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ തോണ്ടി മറ്റുള്ളവരുടെ ലൈഫ് തിരഞ്ഞെടുത്ത് മറ്റെങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് എന്തിനാണ് ഇതാക്കുന്നത്? ഞാനിന്ന് ജീവിച്ചു പോട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട്. എനിക്ക് തോന്നുന്നു ഷാലു, ഒരു പക്ഷേ സിംഗിളായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഇങ്ങനെ അനുഭവിച്ചുള്ള ലേഡീസിനോ വീട്ടുകാർക്കോ അറിയത്തുള്ളൂ ഇതിൻ്റെ വേദന എന്താണ്. അല്ലാതെ ഒരിക്കലും എന്താ പറയുക, അനുഭവിക്കാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങ് എന്നെ കൊല്ല ചെയ്തിട്ട് ഞാൻ അതിനകത്ത് നിന്ന് സ്ട്രോങ് ആയിട്ട് വന്ന് അതിൻ്റെ നിയമവശം പോയിട്ട് ഞാൻ വീഡിയോ വന്നിട്ട് അവരെങ്ങനെ ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും എവിടെ എത്തത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലീഗലി പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ലീഗൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കി നിയമം തന്നെ, നമ്മളെ നിയമങ്ങളുണ്ടല്ലോ ഇവിടുത്തെ, അവരുടെ ഇതെടുക്കാനുള്ളത്. ഇപ്പം ഓൺലൈൻ മീഡിയക്കാര് ഇങ്ങനെ സജന എന്ന് പറയുന്ന വ്യക്തിനെ വലിച്ചു കയറിയപ്പോ എന്താണ് സജനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്? സത്യം പറഞ്ഞ ഷാലു, ആ ഒരു നിമിഷം സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് മരിച്ചാൽ മതിയെന്നുള്ള സിറ്റുവേഷനായിരുന്നു. കാരണം ഇതൊക്കെ കേട്ടപ്പോൾ ഉള്ളതാണെങ്കിൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്. നമ്മളെ ലൈഫിൽ എന്ത് നമുക്ക് ഉള്ളത് പറയുമ്പോൾ ഉള്ളിലൊരു സ്ട്രോങ് ആയിരിക്കും. ഉണ്ടായിട്ടാണല്ലോ ഇല്ലാ കഥകൾ കേട്ടപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മാനസികമായിട്ട് എൻ്റെ മക്കളും എൻ്റെ ഉമ്മയൊക്കെ കടന്ന് ഉരുകിയിട്ടുണ്ട്. ഞാനത് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിന്ന് മരണം മുന്നിൽ കണ്ട വ്യക്തി. ഞാൻ എന്ത് ചെയ്യണം, എന്ത് പറയണം? ഈ പറയുന്ന അലിഗേഷൻ പറയുന്ന ഫാമിലി അവരും ഒരു സൈഡിൽ വേദനിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്നും ഭയങ്കര സപ്പോർട്ടാവുന്നത് കേട്ടോ. സത്യമായിട്ട് അത് പറയാതിരിക്കാൻ വയ്യ. അത് വിട്ടേക്ക്, 2 ദിവസം കഴിയുമ്പോൾ അത് പോക്കോളും. അങ്ങനെ പറഞ്ഞ് നമുക്ക് നിയമവശം നീങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ആ സൈഡിൽ നിന്നും അവരുടെ ഫാമിലീസ് ആയാലും എൻ്റെ ഫാമിലീസ് ആയാലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ല, അവരും ഇതുപോലെ തകർന്ന് എന്നെ പോലെ നിന്ന് ഞങ്ങളും സൂയിസൈഡ് ചെയ്യാനായിരുന്നെങ്കിൽ ഇന്നേ ഞാൻ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നേ. അങ്ങനെ ഒരു സപ്പോർട്ട് അവിടുന്ന് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുന്നത്? ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ് ഷാലു. അത് ഒരിക്കലും ഒരു പെണ്ണും അനുഭവിക്കാതിരിക്കട്ടെ. വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പോയത്. ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ
ഒരുപാട് യൂട്യൂബിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സജിനയ്ക്കെതിരായിട്ട്. അതിൽ ചില ആളുകൾ പറയുന്നതും ചില കമൻറ്റുകളും ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, അതിന് ഇട്ട് കൊടുക്കാൻ നിന്നിട്ടല്ലേ, ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ വന്ന് സ്വകാര്യതയെ കൈ കടത്തേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു അനാവശ്യമായിട്ടുള്ളൊരു പറച്ചിലാണ്. കാരണം അവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത് നോക്കിയിരിക്കില്ലല്ലോ നമ്മുടെ പരിപാടി. അവരവരുടെ ചെലവിന് ജീവിക്കുന്നു, അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. നമ്മളും അതുപോലെ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഇതിനേക്കാൾ ഏറെ കഥകളും ഇതിനേക്കാൾ വലിയ കാര്യങ്ങളുമായിരിക്കും നടക്കുന്നുണ്ടാവുക. അതൊന്നും നോക്കാതെ അന്യന്റെ സ്വകാര്യതയെ പോയിട്ട് അവിടെ എന്താ സജിന പോസ്റ്റ് ഇട്ടു, അതാ സജിന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. അതെ, എന്റെ ഇപ്പം മെയിൻ സാധനം ഇത് പറഞ്ഞപ്പോഴാണ് എന്റെ മെയിൻ ആയിട്ട് വന്നത് ഒരു പോസ്റ്റ് വീണതാ. അത് ഞാനല്ല എന്ന് വന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം ശാലു നോക്കിയാൽ മതി. ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ റിസൾട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കും ഇടുന്നത്, അല്ലേ? ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട് അത് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വരുന്നതാ. എന്റെ മുഖം മറച്ചു വെക്കേണ്ട ആവശ്യം ഞാൻ എന്തിനാ? ഇല്ല. എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർ എന്റെ പോസ്റ്റിൽ കൂടെ ഞാൻ എന്റെ മുഖം മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഞാനും അദ്ദേഹമായിട്ടുള്ള ഫോട്ടോസുകൾ ഇപ്പം വരുന്ന 2 ഫോട്ടോസാണ്, തുടക്കം തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന 2 ഫോട്ടോസ്. ഈ 2 ഫോട്ടോസ് മാത്രമേ ഉള്ളായിരിക്കും എൻ്റെ കയ്യിൽ. എന്തായാലും ഞാൻ ഇടുന്നു, എന്നാ പിന്നെ നല്ല ഫോട്ടോയല്ലേ ഇടേണ്ടത്. ആ ഫോട്ടോ തന്നെ ഇടണമെങ്കിൽ അത് ഇട്ടവരുടെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പൊ അത് ഇട്ടവരാരാണെന്നും എന്താണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് അത് നമ്മൾ എന്തായാലും അതിന്റെ ലീഗൽ വശം പോകുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ എങ്ങനെയാണോ വന്നിടുന്നത് അത് ചിന്തിക്കാന്നല്ലേ ഉള്ളൂ. ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ അതായത് നടക്കുന്ന കുറച്ച് ട്രോമയിൽ ഞാൻ കുറെ നാള് ഫോൺ യൂസ് ചെയ്യുന്നതേ ഇല്ല. എനിക്ക് വരുന്ന വർക്കുകൾ പോലും ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്കൊന്ന് റിക്കവർ ആവണം. ഒന്ന് നല്ല ട്രോമയിൽ ഞാൻ വീണ് അവിടെ കടന്ന് തകർന്നിരിക്കുക. തീർച്ചയായും അതിനകത്തുനിന്ന് റിക്കവർ ആവുന്നതിന് മുന്നേ അടുത്ത അലിഗേഷൻ ഞാൻ കൊണ്ടിടൂ. അല്ലെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ആവണം, അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ കണ്ടന്റർ ആയിരിക്കണം, അല്ലെങ്കിൽ യൂട്യൂബർ കണ്ടന്റ്. ഇതൊന്നും അല്ലാത്ത എന്നെ തന്നെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടിടൂ. എന്തിനാണ് ഇങ്ങനെയുള്ള അത് പറഞ്ഞിട്ട് പോലും ചില ആൾക്കാർ വന്നിട്ട് പക്ഷെ അത് അതിലൊരു 100-ൽ 99% ആൾക്കാർക്കും മനസ്സിലായി. കാരണം അവര് തന്നെ ചോദിക്കുന്നുണ്ട്, സജിനയാണെങ്കിൽ പിന്നെ എന്തിനാണ് സജിന ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ആൾക്കാർ വരെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്തിനൊരു കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് എനിക്കിടേണ്ട ആവശ്യം? അതും എന്തൊരു വൃത്തികെട്ട രീതിയിലുള്ള എഡിറ്റിങ്. അത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാം, പക്ഷെ അത് വേറൊരു രീതിയിൽ കളറാക്കിയിട്ട് നമ്മൾ അങ്ങനെ ആക്കിയ അത് അവർക്കുള്ള ശിക്ഷ. ഇപ്പൊ ആൾക്കാർ അവരാരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ അല്ല, നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണെന്നുള്ള രീതിയിലായിരിക്കും മേ ബി. അതൊരു ഫീമെയിൽ ആണ്, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടവർക്ക് അതോറിറ്റീസിനാണെങ്കിലും സജിന കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം എല്ലാവർക്കും പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എനിക്ക് ഒന്നും അറിയത്തില്ല. വ്യക്തമായിട്ട് അറിയാവുന്നത് ശാലുവിന് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മെസ്സേജ് പോലും നമ്മളെ ലൈവ് വീഡിയോയിൽ പോലും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഞാനല്ല നോക്കുന്നത്, ഞാൻ നോക്കാറേ ഇല്ല. ആകെപ്പാടെ എൻ്റെ വാട്സാപ്പ് മെസ്സേജുകൾ മാത്രമേ ഞാൻ നോക്കൂ. അത് എനിക്ക് അത്രയും അടുത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ പോലും ഞാൻ വാട്സാപ്പിൽ പോലും ഞാൻ മെസ്സേജ് നോക്കത്തുള്ളൂ. ഈ ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജുകൾ പോലും ഞാനല്ല നോക്കുന്നത്. അപ്പം അത്രയും സോഷ്യൽ മീഡിയയിൽ പോലും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഇതായിപ്പോയി, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, നമ്മൾ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിപ്പോയി, എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്യണോ, അയ്യോ അത് കയറിയോ എന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പം ഞാൻ എന്താ ചെയ്യുന്നത് പറയും, അടുത്ത ആളുടെ മൊബൈലിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യും. എടി ഒന്ന് താടി എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്ത്. പക്ഷേ ഈ ലോഗൗട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും പറയുക, ലോഗൗട്ട് അല്ല ചെയ്യേണ്ടത്. ലോഗൗട്ട് ചെയ്താൽ വീണ്ടും അവർക്ക് കയറി വെറും ലോഗിൻ മാത്രം കൊടുത്താൽ മതി, പാസ്വേഡും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട, അപ്പം തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കാരണം എങ്ങനെയാണ് ലോഗൗട്ട് ചെയ്യുന്നത് അത് ആൾക്കാർക്ക് ശാലു ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. കാരണം ശാലു ആണത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ലോഗൗട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ലോഗൗട്ടായി പോകുന്നില്ല, അവർക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം എന്നൊക്കെ. അതാണ് ഇന്ന് ഞാനിപ്പം ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണം. അത് ചെയ്തവർക്ക് എന്തായാലും പണി നമ്മൾ കൊടുക്കാതിരിക്കത്തില്ല. പണിയെന്നല്ല, ലീഗൽ വശമായിട്ട്. ഇപ്പോഴും ഞാൻ അവരെ കുറിച്ച് ഇവിടെ എന്നാണെന്ന് പറയാൻ എനിക്ക് എളുപ്പമാണ്, ഞാൻ പറയുകയും ചെയ്യും. പക്ഷേ കാരണം വെച്ചാൽ തെളിഞ്ഞു കഴിഞ്ഞു, അതിന് ലീഗൽ വശം നമ്മൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ
ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോവിക്കരുത്. അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. വ്യക്തികളെ കുഞ്ഞുങ്ങളെ നോവിക്കരുത്. എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് കണ്ട് വേറെ അത്രയും മാനസികമായി തകർന്ന് അത്രയും മെന്റൽ ഡിപ്രസ്ഡ് ആയിട്ടാണ് സജന എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് അതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഫ്ലോറിൽ വന്നിരുന്ന സജന കാര്യങ്ങൾ പറയുന്നത്. ഇതിനു മുമ്പാണെങ്കിലും ഞാൻ സജനയോട് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തരാത്ത ആൾ എനിക്ക് തോന്നുന്നു ആകെ അജിന് മാത്രമാണ് ഇൻ്റർവ്യൂ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് സത്യാവസ്ഥകൾ പറയണം. സജന എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഒരു വശം മാത്രം ചിന്തിച്ച് ചെയ്യരുത്. എന്തുകൊണ്ടാണ് സജനയ്ക്ക് ഇത്രയും ശത്രുക്കൾ, അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോലും പുറത്തോട്ട് പോകാൻ രീതിയിലുള്ള ശത്രുക്കൾ സജനയ്ക്ക് എന്തുകൊണ്ടാണെന്നാണ് തോന്നിയിട്ടുള്ളത്? ഷാലു, ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ടൊരിക്കലും ദ്രോഹിക്കാനോ അറിഞ്ഞുകൊണ്ടൊന്നല്ല, അറിയാതെ പോലും എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ ശത്രുക്കളാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കാം, വരുന്നുണ്ടായിരിക്കാം, മേ ബി വരുമായിരിക്കാം. പക്ഷെ അവരെ നോക്കി എന്താണ് സജനയുടെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും സജന ശത്രു ആയത്. അത് നോ പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നതുകൊണ്ടും ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താണെന്നും ആ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നുള്ള ബുദ്ധിമുട്ടും ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരു അമ്മ എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും പല ആൾക്കാരെയും പറയാതിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെ കുഞ്ഞുങ്ങൾ, നമുക്ക് ഏറ്റവും വലുത് നമ്മളെ ഫാമിലി, നമ്മളെ കുഞ്ഞുങ്ങളോ. അവർക്കും ഇത് ബാധിക്കുന്നു എന്ന് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഷാലു അവരുടെ മകനോ അവരുടെ മകളോ ഞാൻ നോക്കത്തില്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് പറയേണ്ട ഗതിയിൽ വരും, ഞാൻ പറയും. പിന്നെ ഷാലു എനിക്ക് 100-ൽ 110% ഉറപ്പാണ്, ഇത് കാണുമ്പം കൊള്ളേണ്ടവർക്ക് കൊള്ളും. ഉറപ്പായിട്ടും കൊള്ളേണ്ടവർക്ക് ഏകദേശം കുറച്ച് ആൾക്കാർക്ക് അത് ബുദ്ധിയോടെ മനസ്സിലായിട്ടുണ്ട്. ചില വീഡിയോസ് വരുമ്പം ഇവരാണോ ഇനി ചെയ്തതെന്ന് ആൾക്കാർ ചോദിച്ചവരുമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും. അപ്പം കൊള്ളേണ്ടവര് ചിലപ്പം ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുമായിരിക്കാം. വന്നോട്ടെ, ലീഗലായിട്ട് ഞാൻ നീങ്ങുന്നുണ്ട്. പക്ഷേ എന്നെ നമ്മളെ കൊല്ലാനാണ്, വലിച്ചു കീറാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അവരെ വിട്ടുകൊടുക്കത്തില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഇമോഷണൽസ്, അത് ഞാനൊരു അമ്മ ആയി പോയത് കൊണ്ട് ഞാൻ ഇമോഷണൽ ആവുന്നതാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എൻ്റെ മക്കളും എൻ്റെ ഫാമിലീസും എൻ്റെ ഫാമിലീസാണ് എനിക്ക് വലുത്. പക്ഷെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലാണ് ഇനി വരുന്നതെങ്കിൽ എൻ്റെ തെളിവ് സഹിതം പലതും ഉണ്ട്. ഞാനങ്ങ് വലിച്ച് കീറും ഷാലു. പിന്നെ ഞാൻ ലീഗൽ വശം പോകുന്ന മൂവ് ചെയ്യുന്നത്, ലീഗലായിട്ട് മൂവ് ചെയ്താൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കാതെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷകൾ കൊടുക്കട്ടെ. പക്ഷെ അതും കഴിഞ്ഞിട്ട് വേറെ രീതി വരാനാണെങ്കിൽ ഈ വ്യക്തികളുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ യൂട്യൂബുകാർക്ക് തിന്നാനുള്ള വരുമാനം ഞാൻ 1 മാസത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. സഹികെട്ട ഞാനത് ചെയ്തിരിക്കും. അതിൽ ഒരു മാറ്റമില്ല ഷാനു, ഞാൻ ചെയ്യും.